Hi dears, it's me Amaluz. Welcome to my channel. ഇന്ന് നമ്മൾ കുറച്ച് ചുള്ളി കമ്പ് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കമ്പുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ പറമ്പിലൊക്കെ കിട്ടുന്ന ചെറിയ കമ്പുകൾ എടുത്താൽ മതി കേട്ടോ. അപ്പം ഒരേ സൈസിലുള്ള 5 എണ്ണവും പിന്നെ ബാക്കി ചെറിയ സൈസിലുമാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ആദ്യമേ 2 എണ്ണം ഇതേപോലെ ഒന്ന് കോൺ പോലെ ആക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആങ്കർ ത്രെഡ് കൊണ്ടാണ് കെട്ടണത്. ഒരു പച്ച കളർ നൂലാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ എല്ലാം പച്ച കളറിലുള്ളത് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കളർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ കാണുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അത് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ചെറിയൊരു കമ്പി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് വേണം കെട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കുറച്ചുകൂടി സെക്യൂറായിട്ടിരിക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറച്ച് കമ്പുകൾ എടുക്കുക, എന്നിട്ട് അതെല്ലാം ഒന്ന് കെട്ടി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ 2 നമ്മൾ വലിയ കമ്പുകൾ പോലെ ചെയ്തിരുന്നില്ലേ, അത് 2ഉം കൂടെ ഒന്ന് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ മേളിൽ ഒരു കമ്പും പിന്നെ നമുക്ക് അതിന് ബേസായിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പും കൂടെ വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും സെക്യൂറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 നൂലുകൾ നീളത്തിലെടുക്കണം. അതിനുശേഷം ഈ കാണുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്യാമേ. അപ്പോൾ നമ്മൾ നൂല് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ ഇത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അത് നമ്മളൊരു മിനിയേച്ചർ വേർഷനിലുള്ള ഒരു ഊഞ്ഞാലാണ് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഡെക്കോറാണ് കേട്ടോ. നമുക്ക് അതുപോലെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോറാണ്. നമുക്കധികം ക്യാഷ് ചിലവൊന്നുമില്ലല്ലോ, വെറുതെ പറമ്പിൽ കിടക്കുന്ന കമ്പൗണ്ടല്ലേ നമ്മളത് ചെയ്യണം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം കെട്ടിയെടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ആ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചത് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് കുറച്ച് പോളിമർ ക്ലേ ആണ് ഞാനിപ്പോൾ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് വാങ്ങിയത് മീഷോയിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പച്ച കളർ കൊണ്ട് ലീഫും പിന്നെ നമ്മുടെ റോസ് കളർ കൊണ്ട് മുട്ട് പോലെ ഫ്ലവർ പോലെ തോന്നിക്കാനായിട്ട് അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അത്ര ഫുള്ളായിട്ടൊന്നും വെച്ചിട്ടില്ല, എന്നാലും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് വള്ളി പോണക്കത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഊഞ്ഞാലിൽ നമ്മളായിരിക്കുന്നത് അതുപോലെ ചെയ്തില്ലേ, അവിടെയും കൂടി ഞാനൊരു പൂവും പിന്നെ നമ്മൾ ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഏറ്റവും അവസാനം നമ്മുടെ ഈ ഒരു പച്ച ലൈറ്റ് കളർ ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളറോട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഔട്ട്ലുക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.